എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എരിവും പുളിയും മധുരവും ഒക്കെയുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടവുമായിട്ടാണ്. ഹോട്ടലിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൽ സാദാ ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ച് വേണം തയ്യാറാക്കാൻ. സാദാ ചില്ലി പൗഡർ ഉപയോഗിച്ചാലും ടേസ്റ്റ് വൈസ് ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ഒരു ചിക്കൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ. ഇനി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചു വിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യരുത്. ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ വേണം വറുത്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് മസാലയും റെഡിയാക്കുന്നത്. വറുത്ത വെളിച്ചെണ്ണ കൂടുതലായി തോന്നിയാൽ അല്പം മാറ്റിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 20 ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും പിന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിച്ചു വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെലാസ് കിച്ചൻ.